നമസ്കാരം. വിദേശ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ദൂരസ്ഥലങ്ങളിലേക്കുമൊക്കെ പഠനത്തിനായി പോകുന്ന പെൺകുട്ടികൾക്ക് ഒരു പാഠമാവുകയാണ് സാവരിയ ബസന്ത് എന്ന പെൺകുട്ടി. വളരെ നീറുന്ന ഒരു ഓർമ്മയാണ്. അവളൊരു ഡോക്ടറാക്കണമെന്ന ഒരു ആഗ്രഹത്തോടുകൂടി അവളുടെ മാതാപിതാക്കൾ അവളെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അയച്ചു. അവിടെ വെച്ചാണ് അവളോടൊപ്പം പഠിക്കുന്ന ഒരു മൃഗത്തിനെ, മലപ്പുറം സ്വദേശിയായ ഒരു മൃഗത്തിനെ പരിചയപ്പെടുന്നത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവളുടെ മരണ വാർത്തയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ ഇവളുടെ ഈ സാവരിയ ബസന്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ റിപ്പോർട്ട് എംബസിക്ക് ലഭിക്കുകയുള്ളൂ. പിന്നീട് നാട്ടിലെത്തിച്ച മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ആ പോസ്റ്റ്മോർട്ടത്തിൽ അവൾ അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ടതായാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയിക്കുന്നത്. ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് രക്തം കട്ടപിടിച്ചാണ് സാവരിയ മരണപ്പെട്ടത് എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ അതിക്രൂരമായ പീഡനങ്ങളാണ് ഇവൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തലയ്ക്കേറ്റ ഗുരുതര ക്ഷതവും തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതുമാണ് മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ഈ സാവരിയ ബസന്തിൻ്റെ കാരണമെന്ന് ഉസ്ബെക്കിസ്ഥാനിൽ സാവരിയയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ആ പോസ്റ്റ്മോർട്ടത്തിലുള്ള പ്രാഥമിക നിഗമനം തലയ്ക്ക് ഏറ്റ ഗുരുതരമായ ക്ഷതവും തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതുമാണ് എന്നാണ്. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ റീപോസ്റ്റ്മോർട്ടത്തിലും ഇതുതന്നെയാണ് തെളിയുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. സാവരിയയുടെ തലയിൽ 2 ഇടത്ത് മുറിവേറ്റിരുന്നു. കൂടാതെ ശരീരത്തിൽ മൊത്തം ചതവുകൾ ഉണ്ടായിരുന്നു. സാവരിയയുടെ മരണവിവരമറിഞ്ഞ് ഉസ്ബെക്കിസ്ഥാനിലെ ആശുപത്രിയിലെ മോർച്ചറിയിലെത്തിയ അവളുടെ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് ജനീഷ് കണ്ടത് നെഞ്ചു തകർന്നു പോകുന്ന കാഴ്ചയാണെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ തലയ്ക്കടിച്ചത് മരണകാരണമായെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ സാവരിയയുടെ ശരീരം മുഴുവൻ ചതഞ്ഞു കരുവാളിച്ച പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പിന്നീടുള്ള പരിശോധനയിൽ വ്യക്തമായി. മുഖം മുതൽ കാല് വരെ ചതവേറ്റിരുന്നു. നെഞ്ചിലെ ചതവിൻ്റെ പാടുകൾ ചവിട്ട് കൊണ്ടതിൽ നിന്നാണെന്ന് മനസ്സിലാകുന്നതായിരുന്നു. കാലിൽ ഉൾപ്പെടെ മുറിവുകളും ഉണ്ടായിരുന്നു. തലയോട്ടിക്ക് വരെ ആഘാതമേൽക്കുന്ന ക്ഷതം എങ്ങനെ ഉണ്ടായെന്നും എന്ത് ആയുധമാണ് ഉപയോഗിച്ചതെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ലാപ്ടോപ്പ് കൊണ്ടാണ് അടിയേറ്റത് എന്ന വാർത്ത പ്രചരിച്ചിരുന്നു. പക്ഷേ അതൊന്നും തങ്ങളോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ലാപ്ടോപ്പ് കൊണ്ട് കൊലയാളി അടിച്ചതായി പറയുന്നില്ല. പ്രതിയായ സദറുൽ അനാം, അങ്ങനെയാണ് ഇവളുടെ ഈ സാവരിയയുടെ സഹപാഠിയുടെ പേര്, സദറുൽ അനാം. അയാളാണോ ഈ സാവരിയയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ള കാര്യത്തിലും വ്യക്തതയൊന്നുമില്ല. ഈ സാവരിയ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഹരിപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കൈമാറാനുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസുകൾ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത് എന്ന് മുമ്പ് DGPയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹരിപ്പാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസ് അന്വേഷിക്കുമെന്ന് അവിടെ ഇന്നലെ ഈ സാവരിയയുടെ വീട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സാവരിയയുടെ സഹപാഠിയായിരുന്നു ഈ മലപ്പുറം പുലാമന്തോൾ കട്ടുപ്പാറ ഇറവത്ത് കിഴക്കേത്തൊടി സദറുൽ അനാം എന്ന 22 വയസ്സുകാരൻ. അവനെയാണ് ഈ ഉസ്ബെക്കിസ്ഥാനിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഈ സാവരിയയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പിന്നീട് ഹരിപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. ഉസ്ബെക്കിസ്ഥാനിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫലം ഇനി കിട്ടണമെങ്കിൽ ഏകദേശം 20 ദിവസത്തോളം എടുക്കും. അത് പക്ഷേ എംബസിക്കായിരിക്കും കിട്ടുക. ആലപ്പുഴയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് പക്ഷേ അത് പോലീസിന് കിട്ടുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ കഴിയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഹരിപ്പാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകും. അത് DGPക്ക് കൈമാറിയ ശേഷമായിരിക്കും പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. സാവരിയ ക്രൂരമായ ശാരീരിക പീഡനത്തിനാണ് ഇരയായിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ പ്രതി കടുത്ത ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും മൃതദേഹം ഏറ്റുവാങ്ങാൻ അവിടെ എത്തിയ ബന്ധുവിനോട് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നു. ഈ സാവരിയയുടെ ബന്ധുവിനോട് പറഞ്ഞിരുന്നു. അവിടുത്തെ പല അഭിഭാഷകരുമായും ഈ ബന്ധു സംസാരിച്ചിരുന്നു. അവിടെ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഭരണകൂടം ഈ കേസിനെ ഗൗരവത്തോടെ കാണുമെന്നാണ് ഇപ്പോൾ കുടുംബം പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല ഇന്ത്യൻ എംബസിയുടെ ഒരു സഹായം ലഭിക്കുമെന്നുമൊക്കെ അവർ കരുതുന്നുണ്ട്. എന്തായാലും ഉസ്ബെക്കിസ്ഥാനിൽ നിയമം കർശനമാണ്. അതുകൊണ്ട് തന്നെ നീതി കിട്ടുമെന്നാണ് ഈ സാവരിയയുടെ കുടുംബം വിശ്വസിക്കുന്നത്. എന്തായാലും ഇത് എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമാണ്. എത്ര കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ വിദ്യാഭ്യാസ വായ്പയെടുത്തും ഭൂമി പണയം വെച്ചുമൊക്കെ മക്കളെ ഓരോ സ്ഥാനത്തെത്തിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ദൂരസ്ഥലങ്ങളിലേക്കുമൊക്കെ പഠിക്കാൻ അയക്കുന്നത്. അവിടെയാണ് ഇതുപോലെയുള്ള കുറേ കാട്ടാള ജന്മങ്ങൾ ഇത്തരത്തിൽ
ഇതിൽ അവരുടെ വലയിൽ വീണു എന്ന് പറയാൻ കഴിയില്ല. ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്കായിരുന്നാലും പെൺകുട്ടിക്കായിരുന്നാലും അവരുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടാകണം. താൻ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്, തൻ്റെ കുടുംബത്തിലെ സാമ്പത്തികാവസ്ഥ, തൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, താൻ അകന്നു നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവരുടെ പ്രതീക്ഷകൾ, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ടാകണം. അത് ആൺകുട്ടി മാത്രമല്ല, പെൺകുട്ടികൾക്കും ആ ബോധ്യമുണ്ടാകണം. അല്ലാതെ ആരെങ്കിലും ചിരിച്ചു കാണിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രലോഭനങ്ങൾ നൽകിയാലോ ഒന്നും ചെന്ന് അവരുടെ വലയിൽ വീഴേണ്ട കാര്യമില്ല, എന്നിട്ട് ഇരവാദം ഉന്നയിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രതി. ഈ സദറുൽ അനാം സാവരിയയെ പലതവണ മതം മാറാനായി നിർബന്ധിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദിയാക്കിക്കളയും. അതുകൊണ്ട് എന്തായാലും വിദൂര സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, കുട്ടികൾക്കും അതുപോലെ അവരെ ദൂരസ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ അയക്കുന്ന മാതാപിതാക്കൾക്കുമൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു പാഠമാണ് സാവരിയയുടെ ഈ അനുഭവം. എന്തായാലും ഉസ്ബെക്കിസ്ഥാനിൽ നിയമം കർശനമായതുകൊണ്ട് തന്നെ ഈ സദറുൽ അനാം അവന് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യമൃഗത്തെ അവന് ജീവനോടുകൂടി ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ കഴിയട്ടെ, അവനിനി പുറം ലോകം കാണാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.